ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മുടെ PA1-ൻ്റെ എക്സാമിനേഷൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഓറൽ നമുക്ക് 10 മാർക്സ് ഓറലും ബാക്കി 50 മാർക്സ് റിട്ടണുമാണ്. അപ്പം പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജസ്റ്റ് നമ്മളിപ്പോൾ AB ആക്ടിവിറ്റി ബുക്കിലെയൊക്കെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആദ്യം കോഴ്സ് ബുക്കിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ ആദ്യം റൈം, നമ്മുടെ എയ്റോപ്ലെയിൻ്റെ റൈം നമുക്കൊന്ന് പാടിയാലോ? Okay, let's sing the rhyme. Aeroplane, aeroplane. Ready? Aeroplane, aeroplane, up in the sky. Please take me with you wherever you fly. Over the hills and oh so high. Let's meet the rainbow in the sky. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ബിറ്റ്സ് ഓഫ് പേപ്പർ. റെഡി? ബിറ്റ്സ് ഓഫ് പേപ്പർ, ബിറ്റ്സ് ഓഫ് പേപ്പർ, lying on the floor, lying on the floor, makes the place untidy, makes the place untidy. Pick them up, pick them up, put them in the bin, put them in the bin. Okay, next rhyme. Chubby cheeks, chubby cheeks, dimple chin, rosy lips, teeth within, curly hair, very rare, eyes are blue, lovely too, teacher's pet, is that you? Yes, 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 yes. Very good. Last, an elephant walks like this and that കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. An elephant walks like this and that. He's terribly tall and terribly big. He has no fingers and has no toes. But oh my God, what a long nose. Okay? അപ്പോൾ ഈ 4 rhymes keep revising. Any 2 rhymes കുഞ്ഞുങ്ങൾ പഠിക്കണം. ഈ 4 rhymesൽ ഏതെങ്കിലും 2 നല്ല ആക്ഷനോടുകൂടി പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ലെറ്റ്സ് റിവൈസ് ദ സ്ട്രോക്സ്. നമുക്കിനി പ്രാക്ടീസ് ചെയ്യാനുള്ളത് സ്ട്രോക്സ് ആണ് കേട്ടോ. സ്ട്രോക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. നമുക്കൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. സി, ദിസ് ഈസ് അവർ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിൻ്റെ അപ്പ് ടു ഡൗൺ വരുന്നത് എന്താണ്? സ്റ്റാൻഡിങ് ലൈൻ. ദിസ് ഈസ് സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ദിസ്? നമ്മുടെ സ്കെയിൽ ഇപ്പോൾ എടുത്ത് ഇത് സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വെക്കുവാണെങ്കിൽ സ്ലീപ്പിംഗ് ലൈൻ. നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന പൊസിഷനിലാണ് ലൈനെങ്കിൽ സ്ലീപ്പിംഗ് ലൈൻ. സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. നെക്സ്റ്റ് ഇത് നോക്കിക്കേ, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടിരിക്കുന്നത് അല്ലേ? റൈറ്റ് സ്ലാൻഡ് ലൈൻ, റൈറ്റ് സ്ലാൻഡ് ലൈൻ. ലെറ്റർ എയിൽ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് റൈറ്റ് സ്ലാൻഡ് ലൈൻ, റൈറ്റ് സ്ലാൻഡ് ലൈൻ. Okay, next is left slant line, right slant line. Okay, left slant line. So standing line, sleeping line, right slant line, left slant line. Okay, next നമ്മുടെ കപ്പിൻ്റെ ഹാൻഡിൽ പോലെ കണ്ടോ? ദിസ് ഈസ് റൈറ്റ് കർവ്. നോക്കിക്കേ, നമ്മുടെ റൈറ്റ് ഹാൻഡ്, ഇത് മേഡത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്. നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ കണ്ടോ, ലെഫ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എല്ലാണ് അല്ലേ? അപ്പം എല്ലാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ എടുക്കും കണ്ടോ, എല്ല് വരുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പം ലെഫ്റ്റ് ഹാൻഡിലോട്ടാണോ ഈ മൗത്ത് ഇരിക്കുന്നത്? അല്ല, തിരിച്ചപ്പുറത്തോട്ടാണ്. അപ്പം റൈറ്റ് കർവ്, റൈറ്റ് കർവ്. ദിസ് വൺ ഈസ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലോട്ടല്ലേ മൗത്ത് ഇരിക്കുന്നത്? ഈ കൈ കഴിക്കാനല്ലേ വരുന്നത്? അതെ. അപ്പം എന്താണ് നമ്മുടെ ചെവിയുടെ കർവ് പോലെ കണ്ടോ? ദിസ് ഈസ് ലെഫ്റ്റ് കർവ്, ലെഫ്റ്റ് കർവ്, റൈറ്റ് കർവ്, ലെഫ്റ്റ് കർവ്. ആസ് ഇൻ ലെറ്റർ ഡി. ഡി കണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്. ദിസ് ഈസ് ലെഫ്റ്റ് കർവ്. ഓക്കെ, ലെഫ്റ്റ് കർവ്. ഓക്കെ, നെക്സ്റ്റ് അപ്വേർഡ് കർവ്. അതെളുപ്പം മുകളിലോട്ടിരിക്കുന്നത് യു എഴുതുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത് അപ്വേർഡ് കർവ്. സ്നോമാൻ്റെ താഴ്വശം കേട്ടോ, അപ്വേർഡ് കർവ്.
ബൾബ് പോലെ ഇരിക്കുന്ന എന്താണ്? ഡൗൺവേർഡ് കർവ്. ഡൗൺവേർഡ് കർവ്. നമ്മൾ നമ്പർ 2 എഴുതിയപ്പോൾ കണ്ടോ? ഡൗൺവേർഡ് കർവ്, റൈറ്റ് സ്ലാൻഡ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ഇത് റൈറ്റ് സ്ലാൻഡ് ലൈൻ അല്ലേ? ഓർക്കുന്നുണ്ടോ? റൈറ്റ് സ്ലാൻഡ് ലൈൻ നമ്മളിപ്പുറത്ത് കണ്ടായിരുന്നു കണ്ടോ? റൈറ്റ് സ്ലാൻഡ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൈറ്റ് ഹുക്ക്. കണ്ടോ? റൈറ്റ് ഹുക്ക്. ഇത് അംബർലയുടെ ഇത് വരുന്ന പോലത്തെ ലെഫ്റ്റ് ഹുക്ക്. ലെഫ്റ്റ് ഹുക്ക് ഉണ്ടോ? നമ്മുടെ എഫ് എഴുതുന്ന അപ്വേർഡ് ഹുക്ക്. അപ്വേർഡ് ഹുക്ക്. സർക്കിൾ ആൻഡ് എ ഡോട്ട്. സർക്കിൾ ആൻഡ് എ ഡോട്ട്. ഇത് കണ്ടോ? നമ്മുടെ കാറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സർക്കിളാണ്. അതിൻ്റെ താഴേക്ക് ഹോൺ, ഡോട്ട്. ഓക്കെ, സോ അതാണ് സ്ട്രോക്സ് റിവൈസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഓറലിൽ പഠിക്കാനുള്ളത് നമ്മുടെ സ്റ്റോറിയാണ് കേട്ടോ. ഡോട്ട് ചെയ്ത് ഡോട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോറി അറിയാം. 4 ലൈൻസാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോറി നമുക്ക് പറയാം. പിള്ളേരെല്ലാം നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അവർ കീപ് പ്രാക്ടീസിങ്. സോ ലെറ്റ്സ് റിവൈസ് ദ സ്റ്റോറി. നമുക്ക് പിക്ചർ അവർക്ക് കാണിക്കും. പിക്ചർ കണ്ട് അവർ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദിസ്? ഡോട്ടി ദ ഡോഗ്. എ ഡോഗ് നെയിം ഡോട്ടി found a bone. He picked up the bone to eat it in his kennel. He had to cross a stream to reach his home. While walking on the bridge, he looked down. See? He looked down. He saw himself in the water. He thought it was another dog. ഇതപ്പോൾ another dog ആണെന്ന് ഓർത്തു. Another dog with another bone. He barked as the bone, as he wanted the other bone too. അപ്പോൾ എന്ത് ചെയ്തു? ഈ വെള്ളത്തിൽ കണ്ട ഈ ബോണിന് വേണ്ടി ഡോഗ് ബാർക്ക് ചെയ്തു. He barked as he wanted the other bone too. The bone fell into the water. He jumped into the water to search for the bones. He could not find them. He was sad. He came out shivering and walked home with nothing to eat. The end. Thank you. അപ്പം ഇത്ര ഓറൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ കീപ് റിവൈസിങ്. ഇനി റിട്ടേണിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് തരാം. റിട്ടേൺ വരുന്നത് നമുക്ക് A to F വരെ. എഫ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A to E വരെ നല്ലതായിട്ട് 4 ലൈനിൽ എഴുതാൻ പഠിക്കണം. ഇന്ന് ഹോംവർക്ക് തന്നും വിട്ടിട്ടുണ്ട്. അപ്പം ലൈൻ കോൺസെപ്റ്റിന് മാർക്കുണ്ട്. 1 മാർക്ക് കിട്ടുന്നത് കറക്റ്റ് ലൈനിൽ എഴുതുമ്പോഴാണ് ഇവർക്ക് 1 മാർക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് ലൈനിൽ നിന്ന് റൈറ്റ് സ്ലാൻഡ് ലൈൻ വരും കണ്ടോ? തേർഡ് ലൈൻ ഇവിടെ വന്ന് നിൽക്കുക. റൈറ്റ് സ്ലാൻഡ് ലൈൻ, ലെഫ്റ്റ് സ്ലാൻഡ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ക്യാപിറ്റൽ ലെറ്റർ എ. റൈറ്റ് കർവ്, റൈറ്റ് ഹുക്ക്, സ്മോൾ ലെറ്റർ എ. നെക്സ്റ്റ് standing line, left curve, capital letter B. Standing line, ലെഫ്റ്റ് കർവ് ആണ് കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ ലെഫ്റ്റ് കർവ്. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ബി. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ സി. ദാറ്റ് ഈസ് പ്യുവർ റൈറ്റ് കർവാണ്. പക്ഷേ ലൈൻ കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ എഴുതണം. സ്മോൾ ലെറ്റർ ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. സ്മോൾ ലെറ്റർ സി. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, നമുക്ക് എ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതാ നോക്കിയേ, എ ആപ്പിളിൻ്റെ ആപ്പിൾ. This is capital letter A, small letter A.
നെക്സ്റ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ബി. താഴോട്ട് എഴുതുക. കർവ്, കർവ്, ലെഫ്റ്റ് കർവാണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ബി. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, സ്മോൾ ലെറ്റർ ബി. ആൻഡ് സി ഈസ് റൈറ്റ് കർവ്. ദ റൈറ്റ് കർവ്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് വൺസ് അഗെയിൻ. ഇത് ഒരു നമ്മൾ നല്ലതായിട്ട് വരുന്ന രീതി ലൈനെ തന്നെ എഴുതി താഴോട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ലെറ്റ്സ് പ്രാക്ടീസ് അഗെയിൻ. ഇവിടുന്ന് താഴോട്ട് റൈറ്റ് സ്ലാൻഡ് ലൈൻ, ലെഫ്റ്റ് സ്ലാൻഡ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ക്യാപിറ്റൽ ലെറ്റർ എ. കർവ് വരച്ചിട്ട് small letter A. Once again, right slant line, left slant line, sleeping line, capital letter A. Right curve, right hook, small letter A. Once again, capital letter A. എഴുതുന്നത് ശ്രദ്ധിച്ചോണം കണ്ടോ, കറക്റ്റ് ലൈനയിലാണ് കണ്ടോ. സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. കേട്ടോ, കറക്റ്റ് ഇവിടെ വരുമ്പോൾ സ്റ്റോപ്പ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. നെക്സ്റ്റ് ബി പ്രാക്ടീസ് ചെയ്യാം. സി ബി എങ്ങനെയാ? ഉറക്കെ പറഞ്ഞ്. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, ലെഫ്റ്റ് കർവ്, ക്യാപിറ്റൽ ലെറ്റർ ബി. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി, small letter B, capital letter B, small letter B. ബി എഴുതുമ്പോൾ ഓർക്കുക, ക്യാപിറ്റൽ ലെറ്റർ ബി ഒരിക്കലും നമ്മൾ തിരിച്ചല്ല എഴുതുന്നത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ. ഇതാ സ്മോൾ ലെറ്റർ ബി. ഓക്കെ, capital letter B, small letter B. കണ്ടോ? once again, capital letter B, small letter B. okay, B. okay, B എപ്പോഴും എടുക്കുക, സ്മോൾ ലെറ്റർ. ഓക്കെ, സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, ലെഫ്റ്റ് കർവ് ആണ്. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്. ഓക്കെ, സ്മോൾ ലെറ്റർ ബി. നെക്സ്റ്റ് ഈസ് സി. ഇത് റൈറ്റ് കർവ് ആണ് കണ്ടോ. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ, ഇതാ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അല്ല, ഇവിടെയല്ല, കുറച്ച് താഴെ വന്നിട്ട് പുറകിലോട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ടോ. ക്യാപിറ്റൽ ലെറ്റർ സി കണ്ടോ, സ്മോൾ ലെറ്റർ സി. ഇവിടെ ഇങ്ങനെ വന്ന് പുറകോട്ട് പോയി ക്യാപിറ്റൽ ലെറ്റർ സി. വരയുടെ പുറത്ത് പോകരുത്. സ്മോൾ ലെറ്റർ സി. നോക്കിക്കേ, ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഓക്കെ, അപ്പോൾ എ ബി സി. ഇനി ഡി ഇ എഫ്. ഡി എങ്ങനെയാണ്? ഡി എങ്ങനെയാണ്? ഇൻ കേസ് പെൻസിൽ ഹോൾഡ് ശരിയാകാത്തവർ ഇതാ നിങ്ങളുടെ ഇറേസറോ അല്ലെങ്കിൽ ഒരു ഇതോ ഈ രണ്ട് ഫിംഗർ കൊണ്ട് പിടിക്കുക കേട്ടോ. ഈ രണ്ട് ഫിംഗർ കൊണ്ട് പിടിച്ചിട്ട് പെൻസിൽ പിടിക്കുക. ഓക്കെ, സോ ഗ്രിപ്പ് പെൻസിലിൻ്റെ കറക്റ്റ് ആവും. അപ്പോൾ ഈ മൂന്ന് വിരൽ കൊണ്ട് പിടിക്കും. മറ്റേത് കയ്യിൽ നിന്ന് വിടാതെ എഴുതുക.
standing line, left curve, capital letter D, right curve, right hook, small letter D, capital letter D, സ്മോൾ ലെറ്റർ ഡി. ആദ്യം കർവ് വരച്ചിട്ട് സ്റ്റാൻഡിങ് ലൈൻ അല്ലെങ്കിൽ റൈറ്റ് ഹുക്ക് കൊടുക്കുക. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി, ക്യാപിറ്റൽ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി, ക്യാപിറ്റൽ ലെറ്റർ ഡി, small letter D, capital letter D, small letter D, capital letter D, small letter D, capital letter D, small letter D. ഇനി ഇ, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ഇത് ഈ സ്ലീപ്പിംഗ് ലൈൻ ചെറുതായിരിക്കണം കേട്ടോ. ചിലർ ഇവിടെ വരെ പോകും. നോ സ്മോൾ ആയിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ലോങ് ആക്കുക. ക്യാപിറ്റൽ ലെറ്റർ ഇ ഒന്നുകൂടെ കാണിച്ചു തരാം. സ്റ്റാൻഡിങ് ലൈൻ, ഒരു ലോങ് സ്ലീപ്പിംഗ് ലൈൻ വേണം. പിന്നെ ഇതിൻ്റെ പകുതി വരെ ഇതാവുള്ളൂ, അവിടെ നിൽക്കണം. പിന്നെ ആദ്യത്തെ പോലെ കണ്ടോ. ഇനി സ്മോൾ ലെറ്റർ ഇ കണ്ടോ, സ്ലീപ്പിംഗ് ലൈൻ, right curve, sleeping line, right curve, capital letter E. കറക്റ്റായിട്ട് കണ്ടോ, ലൈനുകൾ ശ്രദ്ധിക്കണം. താഴെ മുകളിലും ഒന്നും പോകാൻ പാടില്ല കണ്ടോ. ഇത് ഈ റെഡ് ലൈനിൽ നിന്ന് നേരെ ഇവിടെ വരെ വന്ന് നിൽക്കുക. ഈ ലൈനേലാണ് വരയ്ക്കുന്നത് കണ്ടോ. സ്ലീപ്പിംഗ് ലൈൻ, അടുത്ത ലൈൻ ഇവിടെ വരും. ഇവിടെയാണ്, ഇവിടെ ചെറുത് പകുതി കേട്ടോ. സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ലോങ് ആയിട്ട് കണ്ടോ. ഇനി സ്മോൾ ലെറ്റർ സ്ലീപ്പിംഗ് ലൈൻ, റൈറ്റ് കർവ്, സ്മോൾ ലെറ്റർ ഇ. ഒന്നുകൂടെ സ്റ്റാൻഡിംഗ് ലൈൻ, ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ. വരയുടെ മുകളിലല്ല, അതാ ഈ രണ്ട് വരയുടെ ഇടയ്ക്കാണ് സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ കണ്ടോ. അതും ഒത്തിരിയല്ല, ചെറിയൊരു വരയാണ് കണ്ടോ. നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയുമ്പോൾ ഇവിടെ വരയ്ക്കുന്ന ഈ വരയിൽ ആ സൈസേ പാടുള്ളൂ. ഈ ഇത് കണ്ടോ ഇങ്ങനെ കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ, തെറ്റിക്കാതെ ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ കണ്ടോ. ഓക്കെ, അതങ്ങനെ തന്നെ വരയിൽ പഠിക്കുക. ഇനി അടുത്തത് എന്താണ്? എഫ് ആണ്. എഫ് എങ്ങനെയാണ്? എളുപ്പമാണ്. സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ കേട്ടോ. സ്മോൾ ലെറ്റർ എങ്ങനെയാണ്? അപ്വേർഡ് ഹുക്ക്, സ്ലീപ്പിംഗ് ലൈൻ കേട്ടോ. ഇവിടുന്ന് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യണം കേട്ടോ. ഒന്നുകൂടെ ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇതാ ഇവിടുന്ന് കട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ഇവർ തമ്മിൽ ടച്ച് ചെയ്യാനും പാടില്ല. ആ ഹുക്ക് വരയ്ക്കുമ്പം നല്ല മീൻ ചൂണ്ടയുടെ ഹുക്ക് പോലെ ഇരിക്കണം കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ഇനി അത് കണ്ടോ, ഹുക്ക് വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് ഇവിടെ വന്നു. നമ്മുടെ സി പോലെ തന്നെ തുടങ്ങിയിട്ട് താഴോട്ട് പോയി ഇട്ടൊരു വര. ഇവർ തമ്മിൽ മുട്ടുന്നൊന്നുമില്ല കണ്ടോ, മുട്ടാൻ പാടില്ല. അതാണ് ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് എഴുതുന്നത് കണ്ടോ. ഇങ്ങനെ ഇവിടെ നിൽക്കണം. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ് കണ്ടോ.
മീനെ പിടിക്കാനുള്ള ചൂണ്ട പോലെ ഇരിക്കണം. വളഞ്ഞു പോയ ചൂണ്ടയാണെങ്കിൽ മീനെ കിട്ടുമോ? ഇല്ല. സ്മോൾ ലെറ്റർ എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. തെറ്റിച്ചെഴുതരുത്, വര കറക്റ്റായിരിക്കണം. കണ്ടോ? ഈ 3 വരയിൽ എല്ലാ പരിപാടിയും തീരുക. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുക. കണ്ടോ? ടിങ്. അത്രേ ഉള്ളൂ. സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ക്യാപിറ്റൽ ലെറ്റർ. ഇതായതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പുറകോട്ട് പോയി ഇങ്ങനെ വന്ന് ഈ വരയുടെ ഇവിടെ ടച്ച് ചെയ്ത് ക്രോസ് ചെയ്ത് ഒരു എഫ്. ഓക്കെ, സോ ദിസ് ഈസ്. അപ്പം എ ബി സി ഡി ഇ എഫ്. ഓക്കെ, താങ്ക് യു. ഇനി ബാക്കി റിവിഷനും കാര്യങ്ങളും നാളെ തരാം. ഇന്ന് ഇത്ര ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ബൈ.